ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന നവനാൾ 2-ാം ദിവസം. നിയോഗം. സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾ എന്ന് വീമ്പിളക്കുകയും എന്നാൽ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അഴിമതി ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി. ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്കെതിരെ വാട്സാപ്പ് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇവര് യഥാർത്ഥത്തിൽ വിമതരെക്കാളും മുന്നേറ്റക്കാരെക്കാളും മുന്തിയ ശത്രുക്കളായി മാറിയിരിക്കുന്നു. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഈ വചനപ്രഘോഷണം നവനാൾ 2-ാം ദിവസത്തെ നിയോഗം. തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെ തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവരുടെ സഹോദരി മർത്തായുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയായിലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമളതലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവെ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. തങ്ങളുടെ സഹോദരൻ ലാസർ രോഗിയായപ്പോൾ ലാസറിൻ്റെ പെങ്ങന്മാര് മറിയവും മർത്തായും ഒരു സന്ദേശം അയച്ചു യേശുവിന്. അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന ഒരു സന്ദേശം ഈശോയ്ക്ക് കൈമാറിയ നസ്രത്തിലെ മറിയത്തെ പോലെ മർത്ത മറിയം സഹോദരിമാര് ഈശോയ്ക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നു. അവർ ഈശോയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് ആ സന്ദേശത്തിലുണ്ട്. അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ എന്നതിനുള്ള ഗ്രീക്ക് പദസന്ധി ഓൺ ഫിലയിസ് എന്നാണ്. ഓൺ ഫിലയിസ്. ഇത് ഫിലയോ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം, ഇഷ്ടം, പ്രിയം, സൗഹൃദം എന്നെല്ലാം ധ്വനി. നമ്മൾ ഫിലാദൽഫിയ എന്നൊക്കെ പറയില്ലേ? ഫിലയോ, അഡൽഫോയ്, ഫിലാദൽഫിയ, സാഹോദര്യ സൗഹൃദത്തിൻ്റെ സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ ഒരാൾ രോഗിയായാൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട സംഗതി കർത്താവിന് കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. മർത്തായും മറിയവും ഒരു ദൂതനെ അയച്ചു. മറിയം നേരിട്ട് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോയോട് പറയാൻ ദൂതന്മാരയക്കുകയോ അല്ലെങ്കിൽ മറിയം ചെയ്തതുപോലെ ഈശോയോട് നേരിട്ട് പറയുകയോ ചെയ്യാം. അപ്പോൾ ഇത് മാനുഷിക മധ്യസ്ഥന്മാരൊക്കെ വേണമെന്നതിന് ഒരു സൂചനയാണിത്. മധ്യസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഈശോയെ കാര്യം അറിയിക്കുക. ദൈവത്തിന് എല്ലാ കാര്യവും അറിയില്ല എന്ന് നമ്മൾ ആൾക്കാർ ചോദിക്കും. എല്ലാ കാര്യം അറിഞ്ഞിട്ടോ അറിയാതോ അത് മാത്രമാണോ രീതികൾ? അവന് കണ്ടറിഞ്ഞ് ചെയ്തോടെ? കണ്ടറിഞ്ഞ് ചെയ്യാം, പറയും ചെയ്യാലോ. നമുക്കിത് കാര്യം അറിയിച്ചോടെ? സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ അറിയിക്കില്ലേ? നമ്മുടെ വീട്ടിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കില്ലേ? അതും നാട്ടുകാർ കേട്ടറിയും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്നേഹബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. എല്ലാം കണ്ടറിയലും കൊണ്ടറിയലും ഒന്നും അല്ല, അവിടെ കമ്മ്യൂണിക്കേഷനുണ്ട്. ലാസർ രോഗിയായിരിക്കുന്നുവെന്നോ ഞങ്ങളുടെ സഹോദരൻ രോഗിയായിരിക്കുന്നുവെന്നോ അല്ല, ഞങ്ങളുടെ നേരാങ്ങളെ രോഗിയായിരിക്കുന്നു എന്ന അല്ല,
അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നെന്നാണ് ആ പെങ്ങന്മാർ പറഞ്ഞത്. ഈശോയ്ക്ക് പ്രിയമല്ലാത്തവരായി ആരുണ്ട്? ദൈവത്തിന് പ്രിയപ്പെട്ടവരായ സകല മനുഷ്യരെയും ഈ ലാസർ പ്രതിനിധാനം ചെയ്യുന്നെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എലയാസർ എന്നാണ് മുഴുവൻ പേരെന്ന് പറഞ്ഞല്ലോ. ദൈവം സഹായിക്കുന്നവൻ. ദൈവം സഹായിച്ചപ്പോൾ അവൻ രോഗിയായിരിക്കുക. അപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരെല്ലാം രോഗിയായിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട ഈ ലോകം രോഗിയായിരിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെല്ലാം രോഗികളായിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട ലോകം തന്നെ രോഗഗ്രസ്തമായിരിക്കുന്നു. ആ സന്ദർഭത്തിലും നമുക്ക് ദൈവത്തോട് പറയാൻ, അങ്ങേക്ക് പ്രിയപ്പെട്ട ഈ ലോകം, അങ്ങേക്ക് പ്രിയപ്പെട്ട മനുഷ്യര് രോഗം ബാധിച്ച് കിടപ്പാണ്. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായ ലാസർ എന്ന വ്യക്തിയുടെ രോഗത്തിൽ സുവിശേഷകൻ കാണുന്നത് ദൈവം സ്നേഹിച്ച ലോകത്തിൻ്റെ രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണം, നീ സ്നേഹിച്ച ലോകം രോഗാവസ്ഥയിലാണ്, രോഗം ബാധിച്ച് കിടപ്പാണ്, നിന്നിൽ ഞങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ദൈവത്തെ അറിയിക്കണം. അതാ ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. കാനായിലെ കല്യാണ അവസരത്തിൽ ഈശോ ചെയ്തതുപോലെ പ്രത്യക്ഷത്തിൽ പെങ്ങന്മാരുടെ ആവശ്യം തിരസ്കരിക്കപ്പെട്ടു. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ പ്രത്യക്ഷത്തിൽ മറിയത്തിൻ്റെ മധ്യസ്ഥം നിഷേധിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അത് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഈശോ ആദ്യം ഈ പെങ്ങന്മാരുടെ മർത്തായുടെയും മറിയത്തിൻ്റെയും ആവശ്യം തിരസ്കരിക്കുകയാണ്. എന്നാൽ കാനായിൽ എന്ന പോലെ തന്നെ അവസാനം തന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈശോ മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും ഈശോ ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. നമ്മൾ ആശ്ചര്യവും ഇടർച്ചയും ഉളവാക്കുന്ന തിരുവചനമാണ്. ഈശോ മർത്തയെയും അവളുടെ സഹോദരിയും ലാസറിനെയൊക്കെ സ്നേഹിച്ചിരുന്നു. എത്ര സാന്ദ്രമായ വചനം! ഈശോയുടെ ശിഷ്യന്മാരായി മാറിയതിൻ്റെ പേരിൽ മരണഭീതി വേട്ടയാടുന്ന ആരോടും സുവിശേഷകന് പറയാനുള്ള വാക്യം ഇതാണ്: ഈശോ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഞാൻ ആ വാചകം ഒന്ന് ആവർത്തിക്കുകയാണേ. ഈശോയുടെ ശിഷ്യന്മാരായി മാറിയതിൻ്റെ പേരിൽ മരണഭീതി വേട്ടയാടുന്ന ആരോടും സുവിശേഷകന് പറയാനുള്ള വാക്യം ഇതാണ്: ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്കിലും രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടപാടെ ഈശോ സഹായിക്കാനോ സാന്ത്വനിപ്പിക്കാനോ വരുന്നില്ല. അതാണ് നമ്മൾ വിസ്മയിപ്പിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് ഇടർച്ച നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. തീർച്ചയായിട്ടും ഈശോ വരാൻ താമസിക്കുന്നത് ലാസറിന് മാരക പ്രഹരമാണ്. പക്ഷേ എങ്കിലും ഈശോ വൈകുന്നത് അബദ്ധമൊന്നുമല്ല, കണക്കുകൂട്ടലിൽ വന്ന പിഴവുമല്ല. മർത്താ മറിയം സഹോദരിമാരുടെ അഭ്യർത്ഥനയെയും ആഗ്രഹത്തെയും ഈശോ നിസ്സാരമായി കാണുന്നുമില്ല. എന്നാൽ ദൈവസ്നേഹത്തിന്റെ വിപരീത സത്യത്തിലേക്കാണ് ഈശോയുടെ നിലപാട് കൈചൂണ്ടുന്നത്. ദൈവം വരാൻ വൈകുന്നുവെന്നും ഇടപെടാൻ അമാന്തിക്കുന്നുവെന്നും നമുക്ക് തോന്നിപ്പോകുന്നു. താൻ സ്നേഹിക്കുന്ന ലോകത്തെ ദൈവം കൈവിടുന്നുവോ എന്ന് നമ്മൾ ഞെട്ടലോടെ ചോദിച്ചു പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിക്കും സുനിശ്ചിതമായ ലക്ഷ്യമുണ്ട്. അത് വെളിപ്പെടുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നാം ശീലിക്കേണ്ടതുണ്ട്. ഇവിടെ ലാസറിന്റെ കാര്യത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം ഇതാണ്: ലാസർ ശരിക്കും മരിച്ചു പോയിരുന്നു. എന്നാൽ അതല്ല അവൻ്റെ ആത്യന്തിക വിധി. ഈശോ അവനെ ഇഹലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അനേകർ ആ അടയാളം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അതായത് ലാസറിന്റെ രോഗത്തിനും മരണത്തിനും സവിശേഷമായ ഒരു ലക്ഷ്യമുണ്ട്: ദൈവമഹത്വവും അതിലൂടെ ദൈവപുത്രന്റെ മഹത്വവും പ്രകാശിപ്പിക്കുക. മഹത്വം അഥവാ തേജസ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ഗാംഭീര്യമാർന്ന സാന്നിധ്യം. ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം പ്രകാശിപ്പിക്കപ്പെടാനാണ് ലാസർ രോഗിയായിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളും. രണ്ടാമതായി, ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യവും ആ അടയാളത്തിലുണ്ട്. രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലുതായിരിക്കുമല്ലോ മരിച്ച ഒരാളെ ഉയർപ്പിക്കുമ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകുന്ന വെളിപാട്. യോഹന്നാൻ 11:15 11:42 അത് സൂചനയുണ്ട്. എങ്കിലും തുറന്ന ഹൃദയമില്ലാത്തവർക്ക് ഇതൊരു അത്ഭുതമല്ല, വീര്യപ്രവൃത്തിയല്ല, അടയാളവുമല്ല. ആ അത്ഭുതം കണ്ടപ്പോൾ എതിരാളികൾ ഈശോയെ കൊല്ലാനാണ് തീരുമാനിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ ഹൃദയം തുറന്നിരിക്കുന്നില്ലെങ്കിൽ എത്ര വലിയ കാര്യം കണ്ടിട്ടും ഒരു കാര്യമില്ല, നമ്മളെ സ്പർശിക്കില്ല. നമ്മൾ ഈ മഞ്ഞക്കണ്ണാടി വെച്ച് എല്ലാം മഞ്ഞയായിരിക്കുന്ന പോലെ കാണാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. നമ്മൾ ഹൃദയം തുറന്ന് സമീപിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും മനസ്സിലാകില്ല. 2 ദിവസം കഴിഞ്ഞാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. യഹൂദയിൽ ഈശോയുടെ ജീവൻ അപകടത്തിലാണെന്ന് ശിഷ്യന്മാർ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നു, നീ വീണ്ടും അവിടെ പോകുകയാണോ? എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായി താൻ ഭൂമിയിലേക്ക് വന്നതിലേക്കും
ലോകത്തിന് പ്രകാശമായി നിത്യം നിലനിൽക്കാനായി പിതാവിന്റെ പക്കലേക്ക് മടങ്ങിപ്പോകുന്ന രംഗത്തിലേക്കും ഈശോ സൂചന നൽകിക്കൊണ്ട് പറയാണ്, പകലിന്റെ 12 മണിക്കൂറില്ലേ, പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് കാലിടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ദൈവം ഈശോയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന നാഴിക തീരുന്നത് വരെ, അല്ലെങ്കിൽ നാഴിക വരുന്നത് വരെ അവന് സുരക്ഷിതമായി നടക്കാം. ഇതിനെയാണ് പകൽ സമയത്ത് നടക്കുക എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നിശ്ചയിച്ചൊരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് നടക്കാം. സൂര്യപ്രകാശത്തിലല്ല, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ. അതാണ് നടക്കുക എന്ന് പറഞ്ഞാൽ. ദൈവപിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നാം നിറവേറ്റുമ്പോൾ സ്വർഗത്തിൻ്റെ പ്രകാശം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് നാം ചെയ്യുന്നത്. അതാണ് ദൈവത്തിൻ്റെ മക്കളായി ഇരിക്കുന്നവരുടെ ജീവിത ലക്ഷ്യം തന്നെ. തുടർന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവൻ ഉണർത്താൻ പോകുന്നു. ജീവശാസ്ത്രപരമായ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു മൃദു പദമാണ്, യുഫമിസമാണ് ഉറങ്ങുക. കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നല്ലേ നമ്മൾ ഈ കുറിയിൽ മരിച്ചറിയിപ്പിൽ എഴുതുന്നത്. കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ഉറങ്ങി. എന്നാൽ ശിഷ്യന്മാർ അത് ആക്ഷരികമായിട്ട് എടുക്കുന്നു. കർത്താവിന് അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. നന്നായി ഉറങ്ങാൻ കഴിയുന്നത് രോഗം മാറുന്നതിൻ്റെ ലക്ഷണമാണല്ലോ. ഉറങ്ങുന്ന ആളെ ഉണർത്തിയാൽ മതിയല്ലോ. എന്നാൽ സ്വർഗത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നീതിമാന്മാരുടെ മരണം വെറും ഉറക്കം മാത്രമാണ്. അവർ ഉണരുന്നത് നിത്യജീവനിലേക്കാണ്. ഇത് തിരുവചനം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ ഈശോ തൻ്റെ ശിഷ്യന്മാർ കുറെ കൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങൾ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ഈശോ വീണ്ടും നമ്മെ വിസ്മയിപ്പിക്കുക, ഞെട്ടിക്കുകയാണ്. ലാസർ മരിച്ചതിൽ ഈശോ സന്തോഷിക്കുന്നു. ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഈ സലീം കുമാർ എന്ന നടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന അവിടെ ചിലരൊക്കെ ചിരിച്ചുകൊണ്ട് വന്നതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടു. അത് ക്യാമറ തങ്ങളെ ശ്രദ്ധിക്കുന്നു വിചാരിച്ചിട്ട് ചിരിച്ചതാണോ, അത് അദ്ദേഹം മരിച്ചതിൽ സന്തോഷമാണോ? പിന്നെ വളരെ മോശം കമൻറ്റുകൾ. അതായത് മരണത്തിൽ പോലും മനുഷ്യർ ക്രൂരമായി പെരുമാറുന്നു. ഈശോ അങ്ങനെ പെരുമാറിയോ എന്ന് തോന്നിപ്പോകാം. അതായത് ലാസർ മരിച്ചതിൽ ഈശോ സന്തോഷിക്കുന്നു. നമ്മൾ അമ്പരപ്പുണ്ടാക്കുന്ന തിരുവചനമാണ്. തനിക്ക് പ്രിയപ്പെട്ടവനാൽ ലാസർ മരിച്ചതിൽ ഈശോ സന്തോഷിക്കുമോ? അതല്ല ഇവിടെ ഈ സന്തോഷം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യത്തിലല്ല, ലാസർ മരിച്ചതിലല്ല സന്തോഷം. പ്രത്യുത ഈശോയാണ് മനുഷ്യവംശത്തിൻ്റെ ഭാവിയും പുനരുത്ഥാനവും നിത്യജീവനുമെന്ന് ശിഷ്യന്മാരെ വിശ്വസിക്കാൻ ഈ ദുരന്തം സഹായിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ലാണ്ട് ലാസർ മരിച്ചതിലുള്ള സന്തോഷമല്ല. നിങ്ങളെ വിചാരിച്ച്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്ന കർത്താവ് പറഞ്ഞേ, അല്ലാതെ ലാസർ മരിച്ചതിൽ സന്തോഷിക്കുന്നൊന്നുമല്ല. മരണത്തിലല്ല, ഉത്ഥാനത്തിലാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം അവസാനിക്കുന്നത്. ആ ഭാവി അത് സൃഷ്ടിച്ചത് ഈശോയാണ്, തൻ്റെ മരണത്തിലൂടെ കടന്നു പോയിട്ട്. അപ്പോൾ ദൈവത്തിൽ നമുക്കൊരു ഇടം, അതാണ് ഈശോ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്, അതാണ് സ്വർഗം. അതിനാൽ ഈശോ തന്നെയാണ് നമ്മുടെ ഭാവി. ഇത് വെളിപ്പെടുത്തുകയാണ് ഈശോ. മാത്രമല്ല, ഓരോ സംഭവത്തിനും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യമുണ്ട്. അത് തിരിച്ചറിയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. തോമാസ് ലീഗയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിരുവചനമാണ് ഇത്. എന്തുമാത്രം സന്ദേശങ്ങളാണ് ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണമാകുന്നത് വാസ്തവത്തിൽ തോമായാണ്. ഈ ലാസറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയത് തോമാസ് ലീഗയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ തോമാസ് ലീഗ വലിയൊരു കാരണമായി. അതിനാൽ തോമാസ് ലീഗയുടെ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോ പോയിന്റും, ഓരോ വചനത്തിലും ഞാൻ ആ ഓരോ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകൾ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വചനപ്രഘോഷത്തിൽ പങ്കെടുത്തവരെ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ദിവ്യകാരണം സ്വീകരിച്ച് ഈ ദുഃഖാന തിരുനാളിന് വേണ്ടി ഒരുങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് പ്രായോഗികമായി ചെയ്യേണ്ടത് മാനിക്കേനോ മാർത്തോമാ സ്ലീവ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. മാനിക്കേനാണ് മാർത്തോമാ സ്ലീവ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾ തന്നെ തോമാസ് ലീഗയെയും മാർത്തോമാസ് ലീവയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിന് വളരെ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകമാണ് മാനിക്കേനോ മാർത്തോമാസ് ലീവ. ആ പുസ്തകം ആളൊരു ബിബ്ലിയയിൽ കിട്ടും. ഒരു കോപ്പി വാങ്ങണം, വായിക്കണം. കുറച്ച് പണം തോമാസ് ലീഗയ്ക്ക് വേണ്ടിയും ദുഃഖാനത്തിനാളിന് വേണ്ടി മാറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ ഒരു കോപ്പി കൂടി വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വൈദികർക്കോ സമ്മാനമായി കൊടുക്കുക. അപ്പോൾ ഒരല്പം സാക്രിഫൈസ്, പക്ഷേ അത് തോമാസ് ലീഗയുടെ ചെയ്യുന്ന വലിയ സ്നേഹമായിരിക്കും. മറ്റ് ആഘോഷങ്ങൾ കുറച്ചിട്ട് ഈ ഒരു തരത്തിൽ ഈ ബോധവൽക്കരണം, അതിന് ഒരല്പം പൈസ ചെലവഴിക്കാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് സൽപ്രവൃത്തിയായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇന്നത്തെ സുഹൃത ജപം മാർ വലാഹ്
എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നത് സുറിയാനിയിൽ ചുരുക്കരൂപമായിട്ട് മാർവലാഹ്. ഈശോയോട് നോക്കി തോമാസ് ലീഗയോട് ചേർന്ന് തോമാസ് ലീഗ പറഞ്ഞ ആ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം, ബൈബിളിൽ തന്നെ ഏറ്റവും ഉയർന്ന വിശ്വാസ പ്രഖ്യാപനം, ഇതിനേക്കാൾ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമില്ല. അങ്ങനെ സുറിയാനിക്കാരാണ് നമ്മൾ. സുറിയാനിയിൽ നമുക്ക് തോമാസ് ലീഗ ചെയ്തതുപോലെ ഈശോയെ നോക്കി അവനോട് മാർവലാഹ് എന്ന് പറയാം. സുകൃത ജപം പല പ്രാവശ്യം ഇന്ന് ആവർത്തിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.